മസിൽ ഫൈബേഴ്സ് എന്താണെന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് മസ്റ്റ് ആയിട്ടും എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. I'm a slow twitch fiber, packed with myoglobin. I use oxygen efficiently to keep you moving for hours. I'm a fast twitch fiber. I deliver explosive power, but my glycogen stores are already depleted. നമ്മുടെ ശരീരത്തെ മസിലുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഇതിൽ ടൈപ്പ് 1 എന്ന് പറയുന്ന മസിൽ ഫൈബേഴ്സിന് ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സിനേക്കാൾ കനക്കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് 1 മസിൽസിന് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. എന്നാൽ സ്ട്രെങ്ത് കുറവാണെങ്കിലും ഈ കണ്ടിന്യൂസ് വർക്കിനൊക്കെ പറ്റുന്ന ഒരു മസിൽ ഫൈബറാണ് ടൈപ്പ് 1. ഉദാഹരണത്തിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള മാരത്തോൺ റണ്ണിങ്, അതുപോലെ എന്തെങ്കിലും എൻഡ്യൂറൻസ് ട്രെയിനിങ്, അതുപോലെ യോഗ. ടൈപ്പ് 1 മസിൽസിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അതായത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ആണ് ഇതിന്റെ ഫ്യൂവൽ. ടൈപ്പ് 1നേക്കാൾ കനം കൂടിയ മസിൽ ഫൈബേഴ്സ് ആണ് എസ്പെഷ്യലി ടൈപ്പ് 2x. ഡയമീറ്റർ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ടൈപ്പ് 1നേക്കാൾ സ്ട്രെങ്തും വളരെ കൂടുതലായിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് റണ്ണിങ്ങിന് പറ്റുന്ന മസിൽ അല്ല. കാരണം 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഈ മസിൽസ് ടയർഡ് ആയി പോകും. കാരണം ഈ ഒരു മസിൽസിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഓക്സിജൻ അല്ല, മറിച്ച് നമ്മളുടെ മസിൽസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ ആണ്. അതെപ്പം തീർന്നു പോകുന്നോ അപ്പോൾ ഈ മസിൽസിന്റെ വർക്കിംഗ് നിൽക്കും. ടൈപ്പ് 2x പറ്റുന്ന ട്രെയിനിങ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജമ്പിങ്, അതുപോലെ 100 മീറ്റർ സ്പ്രിന്റ്, അതുപോലെ പവർ ലിഫ്റ്റിംഗ്. ടൈപ്പ് 1 മസിൽ ഫൈബറിന്റെയും ടൈപ്പ് 2x മസിൽ ഫൈബറിന്റെയും രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്നതാണ് ടൈപ്പ് 2a മസിൽ ഫൈബറുകൾ. നിങ്ങളൊരു ഫിറ്റ്നസ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങളൊരു ട്രെയിനിങ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലെ മസിൽ ഫൈബേഴ്സും കൂടി കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും.